അതിക്രൂരമായ ബലാത്സംഗ കൊലപാതകം, അതോടൊപ്പം തന്നെ ഒരു പോലീസ് സംവിധാനത്തിനൊരു കേസ് അത് എത്രത്തോളം ദുർബലമാക്കാൻ കഴിയുമെന്ന് കൂടി കാണിച്ചു കൊടുത്തൊരു കേസായി തന്നെ നമ്മൾ ഈ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ബലാത്സംഗ കൊലപാതകത്തെ കാണേണ്ടി വരും. ഒരു കൃത്യം നടന്ന 14 മണിക്കൂറിന് ശേഷമാണ് ഒരു പോലീസ് സംവിധാനം ഇവിടെ അഫയർ ഇടുന്നത്. പോലീസിന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കും മുമ്പ് നൂറുകണക്കിന് ആളുകൾ ആ കൊലപാതക സ്പോട്ടിൽ, ക്രൈം സ്പോട്ടിൽ എത്തുന്നു. അതിന്റെ തൊട്ടടുത്ത മുറികൾ നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുന്നു. ഒരു കേസിനെ അതിൻ്റെ ആ സീരിയസ് സ്വഭാവം കണക്കിലെടുക്കാതെ എങ്ങനെയൊക്കെ പരിഗണിക്കാമോ അങ്ങനെ പരിഗണിച്ച് കേസിനെ ദുർബലമാക്കാൻ, എന്തെങ്കിലും പഴുതുകൾ ഉണ്ടാക്കി ഇതിൽ കുറ്റക്കാരെ ആളുകളെ രക്ഷപ്പെടുത്താനൊക്കെ പോലീസ് ശ്രമിച്ചു എന്ന ആരോപണം അത് അങ്ങേയറ്റം രൂക്ഷമായ ഒരു കേസ് കൂടിയായിരുന്നു ഇത്. അതിനപ്പുറത്തേക്ക് CBI അന്വേഷണം വരുമ്പോഴാണ് ഇതിൽ പോലീസ് പറ്റിയ വീഴ്ചകൾ ഓരോന്നായി പുറത്തു വരുന്നത്. ഈ കേസ് അന്വേഷിച്ച പോലീസുകാരൻ പോലും SI പോലും അറസ്റ്റ് ചെയ്യുന്ന കേസ് കൂടിയായി മാറുകയാണ് ആർജിക്കർ മെഡിക്കൽ കോളേജ് ബലാത്സംഗ കൊലപാതകം. നേരത്തെ പറഞ്ഞതുപോലെ ദില്ലിയിലെ നിർഭയ കേസിന് പിന്നാലെ, ഉന്നാവൂല പാവം പെൺകുട്ടിക്ക് പിന്നാലെ രാജ്യം ഇത്രത്തോളം ചർച്ച ചെയ്ത മറ്റൊരു സംഭവമില്ല. അത് ഈ കേസിന്റെ ബ്രുട്ടാലിറ്റി കൊണ്ടും ഇതിന്റെ ക്രൂരത കൊണ്ടും അതിനപ്പുറത്തേക്ക് ഒരു സംവിധാനത്തിന്റെ പിഴവ് അത് എത്രത്തോളം ഒരു ദാരുണമായ സംഭവത്തിന് വഴിയൊരുക്കും, ഒരു ക്രൂരമായ പീഡനത്തിന് വഴിയൊരുക്കുമെന്നും കൂടി തെളിയിച്ച കേസ് കൂടി ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ഈ കേസ് മാറിയിരുന്നു. ഇതിൽ ഇനി തിങ്കളാഴ്ച 12-നോടുകൂടി കോടതി ഈ പ്രതിയെ കേൾക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശിക്ഷാവിധി തിങ്കളാഴ്ച ഉണ്ടാകുമെന്ന വാർത്ത കൂടിയാണ് വരുന്നത്. പ്രതിക്കെതിരെ CBI ചുമത്തിയ 3 കുറ്റങ്ങളുണ്ട്. ഒന്ന് കൊലപാതകം, മറ്റേത് ബലാത്സംഗം, മൂന്നാമത്തേത് മരണം, അതായത് കൊലപാതകം ഉറപ്പിക്കാവുന്ന രീതിയിൽ പരിക്കേൽപ്പിക്കൽ. ഇങ്ങനെ ഈ 3 വകുപ്പുകളും കോടതിയുടെ മുമ്പാകെ തെളിഞ്ഞിരിക്കുന്നു. ഈ 3 വകുപ്പുകളും ചേർത്ത് തിങ്കളാഴ്ച ശിക്ഷാവിധി ഉണ്ടാകുമെന്ന ഏറ്റവും പുതിയ വാർത്തയാണ് വരുന്നത്. ബൽറാമാണ് വിവരങ്ങൾ നൽകുന്നത്. ബൽറാം, ഇപ്പോൾ ഈ പറയുന്ന 3 കുറ്റകൃത്യങ്ങളും തെളിഞ്ഞതോടെ ഒരു വധശിക്ഷ എന്ന സാധ്യതയിലേക്ക് പോലും ശിക്ഷാവിധി വരാൻ സാധ്യതയുണ്ടല്ലോ. തീർച്ചയായും സുഹൈൽ, ഇയാൾക്കെതിരെ കോടതി ചുമത്തിയിരിക്കുന്ന 3 വകുപ്പുകളും അത് ആജീവനാന്തം തടവ്, ഒപ്പം തന്നെ വധശിക്ഷ ഉൾപ്പെടെ ചുമത്താവുന്ന വകുപ്പുകൾ തന്നെയാണ്. അതിനാൽ തന്നെ ഇയാൾക്ക് വധശിക്ഷ ഉൾപ്പെടെ ലഭിച്ചേക്കും എന്ന സാഹചര്യം നിലവിലുണ്ട്. എന്നാൽ ഇതിൽ കോടതിയുടെ അന്തിമ വിധി ഇക്കാര്യത്തിൽ മറ്റ് സാഹചര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ശേഷമായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് വ്യക്തമാണ്. പ്രതിയുടെ വാദങ്ങൾ ഉൾപ്പെടെ കോടതി കേൾക്കും എന്നുള്ളതും വ്യക്തമാണ്. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കോടതി വിധി പ്രസ്താവിക്കുക. എന്നാൽ ഇന്നും താൻ നിരപരാധിയാണ് എന്ന് സഞ്ജയ് റോയ് കോടതിയിൽ ആവർത്തിച്ചിരിക്കുകയാണ്. ഈ കേസിലെ യഥാർത്ഥ പ്രതി ഇപ്പോഴും സ്വതന്ത്രനാണ് എന്നാണ് സഞ്ജയ് റോയ് കോടതിയിൽ പറഞ്ഞത്. ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചായിരിക്കും കോടതി വിധി പ്രസ്താവിക്കുക. ഈ ജനുവരി 20-ന് 12:30 സഞ്ജയ് റോയിയെ കേൾക്കാം എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഈ ഉച്ചയ്ക്ക് ഇയാളെ കൂടി കേട്ട ശേഷം മാത്രമായിരിക്കും കോടതി ഇക്കാര്യത്തിൽ വിധി പ്രസ്താവിക്കുക. നിലവിൽ ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന 3 കുറ്റങ്ങൾ 103, 1, 64, 66 എന്നീ വകുപ്പുകൾ ഇയാൾക്ക് ആജീവനാന്ത തടവും വധശിക്ഷയും വരെ നൽകാവുന്ന കുറ്റങ്ങൾ തന്നെയാണ്. എന്നാൽ കേസിന്റെ മറ്റ് സാഹചര്യങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ച ശേഷമായിരിക്കും കോടതി ഇക്കാര്യത്തിൽ ഇയാൾക്കുള്ള ശിക്ഷ സംബന്ധിച്ചുള്ള വിധി എഴുതുക.